ദുനിയാവ് മുഴുവനും ഖലീലുൻ മിൻ ഇബാദിയ ശകൂർ, നന്ദിയുള്ളവർ എൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ വളരെ കുറവാണ്. അപ്പോൾ ഈ കുറവായ അടഞ്ഞ 800 ചില്ലാനം കോടി ജനങ്ങൾ ഭൂമിയിലുണ്ടെങ്കിലും അതിൽ അള്ളാഹുവിനോട് നന്ദിയുള്ളവർ വളരെ കുറവാണ്. അപ്പോൾ ഭൂഭൂരിപക്ഷവും അള്ളാഹുവിൻ്റെ നിഅമത്തിൻ്റെ വില അറിയാത്തവരാണ്. അവര് നിനക്ക് വില വെച്ചാക്കാത്തിന് എന്തിനാണ് പേടിക്കുന്നത്? പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ? നിന്റെ വില ഓൻ അറിയില്ല. ലോകാവസാനം എടുക്കുമ്പോൾ സമ്പത്തൊഴുകും. സമ്പത്ത് ഒഴുകിയാൽ നിരീശ്വരവാദം അധികരിക്കും. ഈ ആഴ്ചയെങ്കിലും ഒരു 4 ഉമ്മമാർ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, മോനെ പെണ്ണ് കിട്ടുന്നില്ല, നിങ്ങൾ ദ്വാരക്കി. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞ ഒരു പാവപ്പെട്ട ഉമ്മ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ മോനെ 28 വയസ്സായി, ഇതുവരെ പെണ്ണ് കിട്ടിയിട്ടില്ല, ഉസ്താദേ നിങ്ങൾ ഒരു ഉപായം പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെ മകളെ കെട്ടിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്, ഒന്നും എൻ്റെ കയ്യിലില്ല, എന്തെങ്കിലും ഒരു വകുപ്പ് ആരെന്തെങ്കിലും 1-2 പവൻ സംഘടിപ്പിച്ചാലോ എന്ന് ചോദിച്ചാൽ ഞാനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കും. പെണ്ണിന് പരിഹാരം എൻ്റെ കയ്യിൽ ഇല്ല. നാട്ടിൽ പെണ്ണില്ലേ? ഉണ്ട്. പക്ഷെ നാട്ടിൽ പണമുള്ളത് കൊണ്ട് പെണ്ണുങ്ങൾക്ക് അമിതമായ വിദ്യാഭ്യാസമുണ്ട്. പെണ്ണുങ്ങൾക്ക് അമിതമായ വിദ്യാഭ്യാസം ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ട്? ലോകത്തിൽ വളരെ തെറ്റും. ഒരു കാലത്ത് പാവപ്പെട്ട മൗല്യന്മാർ പറഞ്ഞപ്പോൾ നിങ്ങൾ കുതിര വിട്ടടാ ആ മാക്കത്തില്ല അതിലേറെ. ഇത് കണ്ണിയത്തിനെ പോലത്തെ നല്ല നല്ല മനുഷ്യന്മാർക്ക് പെണ്ണിന് അമിതമായ വിദ്യാഭ്യാസം കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ 50 കൊല്ലം മുമ്പ് നിങ്ങൾ കുതിര വിട്ടു. ഇവനും ഇവന്റെ കുടുംബവും എല്ലാം നമുക്ക് അടിമപ്പണിയെടുത്താണ് ജീവിതം പുലർത്തുന്നത്. ഓഹോ, അപ്പോൾ ജീവിക്കാൻ വേണ്ടി ഫറോവക്ക് അടിമപ്പണിയെടുക്കേണ്ട കുടുംബത്തിൽ നിന്നാണ് ആര് വന്നത്? സയ്യിദുനാ മൂസ. ഈ മനുഷ്യന്റെ, ഈ അടിമ കുടുംബത്തിൽ നിന്ന മനുഷ്യന്റെ പേരാണ് ഖുർആൻ 136 തവണ പറഞ്ഞു. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖുആല നാരിൽ ജഹീമി. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ ഫഹ്ബലി തൗബതൻ ഫഗ്ഫിർ ذنوبي فإنك غافر الذنب العظيم. إلهي لست للفردوس أهلا فهب لي توبة فاغفر ذنوبي. يمشي الفقير وكل شيء ضده والناس تغلق دونه أبوابا وتراه مبغوضا وليس بمذنب ويرى العداوة لا يرى أسبابا حتى الكلاب إذا رأت ذا أثر ثروة خضعت لديه وحركت أذنابا وإذا رأت يوما فقيرا عابرا نبهت عليه وكسرت أنيابا. ഒരു കവിതയാണ്, ഒരു പാഠമാണ്, വലിയ പാഠമുള്ള കവിതയാണ്. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. അങ്ങനെ കവിതയൊന്നും നമ്മളങ്ങനെ പാടാറില്ല. പക്ഷെ എന്നാലൊരു കവിത ഒരു എല്ലാത്തിനർത്ഥമുള്ള കവിതയാണ്. യംഷിൽ ഫഖീറു, ഒരു ഫഖീർ നടന്നു നീങ്ങും. വകുല്ലു ഷൈഇൻ ളിദ്ദുഹു, അവൻ അനുഭവപ്പെടും എല്ലാം അവനെതിരാണ്. അവൻ അനുഭവപ്പെടാം. ഒരു ഫഖീർ, ഒരു പ്രയാസം അനുഭവിക്കുന്നവൻ, ഒരു വിഷമത്തിൽ കുടുങ്ങിയവൻ, അവൻ നടന്നു നീങ്ങുമ്പോൾ അവന് തോന്നും എല്ലാം എനിക്കെതിരാണ്, എല്ലാം എനിക്കെതിരാണ്. എൻ്റെ കുടുംബം എനിക്കെതിരാണ്, എൻ്റെ ബാപ്പ എതിരാണ്, എൻ്റെ ഉമ്മ എതിരാണ്, നാട്ടുകാരെതിരാണ്, പരിസരം എതിരാണ്, ഞാൻ തൊട്ടേനും പിടിച്ചതിനും എല്ലാം ഒക്കെ എനിക്കെതിരാണ്, എൻ്റെ നാടെതിരാണ്. ദുബായ് ചെന്നപ്പോൾ ദുബായ് എനിക്കെതിരാണ്, ചങ്ങായിമാരെതിരാണ്, നാട്ടുകാരെതിരാണ്, മൂല്യരെതിരാണ്, പള്ളിക്കാരെതിരാണ്, പള്ളിയിലെ മൂല്യരെതിരാണ്, കണ്ടവരൊക്കെ എതിരാണ്. യംഷിൽ ഫഖീർ വകുല്ലു ഷൈഇൻ ളിദ്ദുഹു. അതങ്ങനെയാണ് ലോകത്തിൻ്റെ വ്യവസ്ഥിതി. അങ്ങനെയാണ്, നിങ്ങൾ വിഷമിക്കണ്ട, അങ്ങനെയാണത്. വന്നാസു തഗ്ലുഖു ദൂനഹു അബ്വാബഹ, അവൻ വന്നാൽ ജനങ്ങൾ വാതിലടക്കുന്നതായും അവൻ അനുഭവപ്പെടും. വന്നാസു തഗ്ലുഖു, ജനങ്ങൾ അടക്കും, ദൂനഹു, അവനെ പുറത്താക്കിയത്, അബ്വാബഹ, ആ അവരുടെ വീടിൻ്റെ വാതിലുകൾ അടക്കും. അതായത് ഒരു വീട്ടിലും അവനൊരു സ്വീകാര്യത കിട്ടൂല, സാഹചര്യത്തിനും സ്വീകാര്യത കിട്ടൂല, അവനെ പുറത്താക്കുവാനല്ല.
അവനോട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ആ വാതിൽ അടക്കുന്ന ആ അടക്കലിന് തന്നെ ഉണ്ടാവും ഒരു ശക്തി. എന്നാൽ ആ അടക്കലുകൊണ്ട് നമുക്ക് മനസ്സിലാവും അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോലെ അവർക്ക് വലിയ ആവശ്യമില്ല. ഒത്തറാഹും അബൂദൻ, എല്ലാവരാലും വെറുക്കപ്പെട്ടവനായി അവൻ അനുഭവപ്പെടും. വലൈസ ബിമുദ്നിബിൻ, എന്നാൽ അവൻ ഒരു കുറ്റം ചെയ്തവരായി അവൻ അറിയുകയുമില്ല. എന്തിപ്പം ഇങ്ങനെയൊക്കെ അതവനറിയില്ല. വറയറൽ അദാവത്ത, എല്ലാവരിൽ നിന്നും അവന് ശത്രുതയെ നേരിടും. ലാ യറ അസ്ബാബഹ, എന്താണ് ജനങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ ശത്രുവാകാൻ കാരണം എന്നവനറിയില്ല. അത് സിസ്റ്റം. എന്താ സിസ്റ്റം? അവനാരാണ്? അവനാരാ? 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 ഫക്കീറാണടാ. ഫക്കീറാവുമ്പോൾ എല്ലാം അവന് എതിരായിരിക്കും. സിസ്റ്റം അങ്ങനെയാണ്. ഹത്തൽ കിലാബ്, എത്രത്തോളം നായ്ക്കൾ വരെ. ഇതാണ് അത്തതാ സർവത്തിന്. ഒരു മുതലാളിയെ നായ്ക്കൾ കണ്ടാൽ ഹറാത്തിലതൈഹി, വിനയം കാണിക്കുകയും വഹറക്കത്ത് അതിനാബഹ, വാല് ഒന്ന് അനക്കി കൊടുക്കുകയും ചെയ്യും. നായ്ക്കൾ മുതലാളി നടന്നു പോകുകയാണെങ്കിൽ നായ്ക്കൾ വല്ലാതെ കുരക്കൂല. മുതലാളിയാണ്. നായ്ക്കറിയാം എന്ത് ഈ പോണത് മുതലാളിയാണ്. അപ്പോൾ ഹറാത്തിലതൈഹി, മുതലാളിയെ കാണുമ്പോൾ നായ്ക്കളൊന്ന് വിനയം കാണിക്കും. വഹറക്കത്ത് അതിനാബഹ, രനബ് അതിൻ്റെ ബഹുവചനാണ് അതിനാബ്. വഹറക്കത്ത് അതിനാബഹ, നായ്ക്കളുടെ വാല് ഇങ്ങനെ ആട്ടിക്കൊടുക്കും മുതലാളിമാർക്ക്. യൗമൻ ഫക്കീറൻ ആബിറ, അതേ സമയത്ത് അതേ വഴിയിലൂടെ ഒരു ഫക്കീർ നടന്നു പോകുന്നത് ഈ നായ്ക്കൾ കണ്ടാൽ നബഹത്ത് അലൈഹി, അവൻ്റെ മേൽ കുരക്കും. വക്കശ്രത്ത് അന്യാബഹ, അതിൻ്റെ തേറ്റകളും കാട്ടിയിട്ട് പാഞ്ഞു വരും ഓനെ കടിക്കാൻ. കാരണം ഓനാരാണ്? ഫക്കീറാണ്. ഇത് സിസ്റ്റം. അത് മനസ്സിലാക്കുക. ഫക്കീറാണ്. അതങ്ങനെയാണ്. ഇതിൻ്റെ കണക്ക് അങ്ങനെയാണ്. ഇതൊക്കെ നാളെ നിനക്ക് ഗുണമാണ്. നിനക്ക് മാത്രമല്ല, ഇതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റം അങ്ങനെ. ഇത് ദുനിയാവാണ്. എന്താ ഈ ദുനിയാവ്? ദുനിയാവ് എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട സാധനമാണ്. ഏറെ നിസ്സാരപ്പെട്ട ഒരു സാധനമാണ് ദുനിയാവ്. അപ്പം ദുനിയാവിലുള്ളത് മുഴുവൻ നിസ്സാരപ്പെട്ട സാധനങ്ങളാണ്. അപ്പം ഈ നിസ്സാരത്തിന് വിലയുള്ളവനെ മനസ്സിലാവില്ല, വില ഇല്ലാത്തതിനെയാണ് മനസ്സിലാവുള്ളൂ. മനസ്സിലായില്ല? മാണിക്കക്കല്ലും ബാക്കിയുള്ള ചോറും കണ്ടാൽ നായും പൂച്ചയും എവിടെ എത്തിക്കാതിരിക്കുക? ഒരു 3-4-5 മാണിക്കക്കല്ല് ഒരു കടലാസിൽ അവിടെ ഉണ്ട്. പുറത്ത് ഒരാൾ തിന്നതിൻ്റെ ബാക്കി ചോറും മീനിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ നായ്ക്കളും പൂച്ചയും എവിടെ കൂടുക? 1000 കോടിക്കും ബാക്കിയുണ്ടാവും ഈ 4 മാണിക്കക്കല്ല് വിറ്റാൽ. നായും പൂച്ചയും എവിടെ കൂടും? ഒരാൾ തിന്നതിൻ്റെ ബാക്കിയുള്ള പറയുടെ ചങ്ങായി ബാക്കി ചോറുമ്മലും ബാക്കിയുള്ള മീനിൻ്റെ മുള്ളുമ്മലും കൂടും. ആര്? നായും പൂച്ചയും. കാരണം മാണിക്കക്കല്ലിൻ്റെ വില ആർക്കറിയില്ല, നായ്ക്കും പൂച്ചക്കും അറിയാത്തത് പോലെ ഈ ദുനിയാവിലെ മനുഷ്യന്മാർക്ക് വില ഉള്ളവൻ്റെ വില അറിയില്ല, വില ഇല്ലാത്തവൻ്റെ വില അറിയുള്ളൂ. കാരണം അവർ വില ഇല്ലാത്തവരാണ്. വില ഉള്ളവർക്ക് വില ഉള്ളതിൻ്റെ വില അറിയുള്ളൂ. നല്ലോണം ചിന്തിക്കണം. ഒരു ബാപ്പ ഒരു മാണിക്കക്കല്ല്, നല്ലൊരു മാണിക്കക്കല്ല് അങ്ങാടിയിലേക്ക് കൊടുത്തയച്ചൊരു കഥ ഉണ്ട്. മകൻ്റെ കയ്യിൽ മാണിക്കക്കല്ല് കൊടുത്തയച്ചു. പച്ചക്കറിക്കാരൻ്റെ അടുത്താണ് ആദ്യം കൊടുത്തയച്ചത്. ഇതിവിടെ വേണമെങ്കിൽ വേണോ, എന്തെങ്കിലും തരാവിച്ചു. അപ്പം ഓൻ പറഞ്ഞു, ഞാൻ പച്ചക്കറിയിൽ നിന്ന് ഈ ജാതി പല സൈസ് കല്ലും കെട്ടിലുണ്ട്, അത് ഞാൻ ഇവിടുന്ന് എറിയലാണ്, ഞാൻ എറിയുന്ന സാധനം കൊണ്ടാണ് പിന്നെ ചെന്ന് വന്നത്, പോയി കൊടുത്തു. പിന്നെ പലചരക്കടക്കാരൻ്റെ അടുത്തേക്ക് കൊടുത്തയച്ചു. പലചരക്കടക്കാരൻ പറഞ്ഞു, അരിയിലുള്ള കല്ല് പൊറുക്കിയിട്ട് എൻ്റെ നടു വേദനയായി, ഇനിയിപ്പോൾ എൻ്റെ കല്ലും കൂടി ആവശ്യമില്ലാത്ത കല്ലിനപ്പോൾ വില ചോദിച്ചു വരുന്നത്, ഓനെ ഒഴിവാക്കി. പല കടക്കാരുടെ അടുത്തേക്കും കൊടുത്തയച്ചു.
ഒരു ഓഫീസിലേക്ക് കൊടുത്തയച്ചപ്പോൾ പറഞ്ഞു ഒരു പേപ്പർ വെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ വെക്കാം, 2 റുപ്യയാണ്. ആരെത്ര വില പറഞ്ഞാലും എന്നോട് വന്ന് പറയണം എന്ന് വാപ്പ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ഓഫീസിലേക്ക് ഇത് കൊണ്ടു ചെന്നപ്പോൾ പേപ്പർ വെയിറ്റ് ആക്കാം, ഞാൻ 2 റുപ്യയിലാണ്. അതും വാപ്പനോട് പോയി പറഞ്ഞു. പിന്നെ രത്നക്കച്ചവടക്കാരനടുത്ത് പറഞ്ഞു. രത്നക്കച്ചവടക്കാരൻ ഇവനെ ശ്രദ്ധിക്കാത്ത ഒരു ഫക്കീറൻ ആയ കുട്ടിയാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കാതെയാണ് അയാൾ അവിടെ ഇരുന്നിരുന്നത്. മാണിക്കക്കല്ലിൻ്റെ പൊതി വെച്ചിട്ട് നീട്ടിയതോടുകൂടെ അയാൾ എണീറ്റ് നിന്നിട്ട് കുട്ടിയെ അവിടെ ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, ആരാ ഇത് തന്നത്? പിതാവാണ്. എങ്കിൽ കുട്ടിയോട് ഇതിനെ വില പറയാൻ പറ്റൂല, ഉപ്പാനോട് വരാൻ പറയും. ഉപ്പാനെ വരുത്തി. അയാൾ വിലയെ പറഞ്ഞില്ല. കുട്ടിനോട് ഇതിൻ്റെ വില പറയാൻ പറ്റൂല. ആരത് തന്നത്? ഉപ്പയാണ്. ഉപ്പാനെ വരുത്തി. മനസ്സിലായില്ലേ എന്താ ഇവിടെ വിഷയം? എന്താ ഇവിടെ ഉണ്ടായത്? പറ, എന്താ ഉണ്ടായത്? പച്ചക്കറിക്കാരനും പലചരക്കടക്കാരനും മറ്റുള്ള പീടികക്കാർക്കും ഓഫീസിലെ മാനേജർക്ക് വരെ എന്തിൻ്റെ വില അറിയില്ല. രത്നക്കച്ചവടക്കാരനറിയും. അയാൾ ജീവിതം മുഴുവൻ അത് കച്ചവടം ചെയ്തവരാണ്. ആ കുട്ടിയുടെ കയ്യിൽ ആ സാധനം പൊതി കഴിച്ച് കണ്ടപ്പോൾ തന്നെ അയാൾ എണീറ്റ് നിന്നിട്ട് ആ കുട്ടി അവിടെ ഇരുത്തി. വില കുട്ടിയോട് പോലും പറഞ്ഞില്ല, കാരണം ആ കുട്ടിക്ക് അത് ഏറ്റി കൊണ്ടുപോകാൻ കഴിയില്ല അതിൻ്റെ വില. അതുകൊണ്ട് ഉപ്പാനോട് വരാൻ പറയും. ഒരു സാധനത്തിൻ്റെ വില അറിയണമെങ്കിൽ അതവൻ ആ ജിൻസിൽപ്പെട്ടവനായിരിക്കണം. ദുനിയാവ് മുഴുവനും വഖലീലും മിൻ ഇബാദിയ ശകൂർ, നന്ദിയുള്ളവർ എൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ വളരെ കുറവാണ്. അപ്പോൾ ഈ കുറവായ പറഞ്ഞ 800 ചില്ലാനം കോടി ജനങ്ങൾ ഭൂമിയിലുണ്ടെങ്കിലും അതിൽ അള്ളാഹുവിനോട് നന്ദിയുള്ളവർ വളരെ കുറവാണ്. അപ്പോൾ ബഹുഭൂരിപക്ഷവും അള്ളാഹുവിൻ്റെ നിഅമത്തിൻ്റെ വില അറിയാത്തവരാണ്. അവര് നിനക്ക് വില വെച്ചക്കാത്തിന് എന്തിനാണ് പേടിക്കുന്നത്? പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ? നിന്റെ വില ഓനെ അറിയില്ല. അതറിയൂല. വില അറിയണല്ലോ. ചിന്തിക്ക്. വില അറിയണ എന്താണ് അതിന്റെ വില? ഞങ്ങളോട് മുമ്പൊരു ഉപമ പറഞ്ഞിട്ടുണ്ട്. ഒരുത്തൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബി എന്ന ആളെ കണ്ടിട്ടേ ഇല്ല. ഓന് ഗുജറാത്തിൽ മാർവാടികളെ കൂടെ കച്ചവടക്കാരനാണ്. ഒരിക്കൽ അവനൊരു സ്ഥലത്ത് വന്നിറങ്ങിയപ്പോൾ അവിടെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് എന്ന്. അപ്പോൾ ഓൻ ഇറങ്ങി ഓൻ്റെ ആവശ്യത്തിനൊരു ഓഫീസിലേക്ക് വന്നതാണ്. അവൻ തങ്ങളെ കാണുമ്പോൾ ഓനൊരു 10 മിനിറ്റ് അവിടെ നിൽക്കണം. അപ്പം സിഗരറ്റ് എടുത്തിട്ട് പിന്നെ തീപ്പെട്ടില്ലെങ്കിൽ തങ്ങളോട് എന്ത് ചോദിക്കും? സിഗരറ്റ് ഉണ്ടോ ചോദിക്കും. എന്തുകൊണ്ട്? ഓൻ അങ്ങനെ കുറേ ഗുജറാത്തി മാർവാടികളെ തലയിൽ തൊപ്പിട്ട് കിടക്കണ നീളമുള്ള കുറച്ച് ആചാനുബാഹുക്കളായ കുറേ ആളുകളെ എവിടെ കണ്ടിട്ടുണ്ട്? അഹമ്മദാബാദ് കണ്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ മാർവാടിനെ മനസ്സിലാക്കുള്ളൂ. ഓൻ കണ്ട് പരിചയപ്പെട്ട ജിൻസ് അതാണ്. ഈ ദുനിയാവിൽ എൻ്റെ നിഅമത്തിൻ്റെ വില അറിഞ്ഞ അനുഗ്രഹത്തിന് നന്ദി പറയുന്നവർ വളരെ കുറവാണെന്ന് ആരാണ് പറഞ്ഞത്? സ്രഷ്ടാവായ അല്ലാഹു തന്നെ പറഞ്ഞു. എന്തിന് ബേജാറാണ്? നായ്ക്കൾക്ക് വരെ മുതലാളിനെയാണ് ആവശ്യം. ഹത്തൽ കിലാബ് ഇദാ റഅത് ദാ സർവത്തിൻ ഖദഅത് ലദൈഹി വഹറകത് അദ്നാബഹ. നായ്ക്കൾക്ക് വരെ അന്നെ ഇഷ്ടമല്ല. ആരെ ഇഷ്ടം? നായ്ക്കളെ. ഓൻ്റെ കയ്യിൽ 10 പൈസ വരെ. പിന്നെ എന്നോട് കുരക്കാതെ എന്തിനാ? വളരെ നിങ്ങൾ ചിന്തിക്കണം. ജനങ്ങൾക്ക് അതിൻ്റെ വിലയേറിയുള്ളൂ. ഇന്നലെ ഞാൻ യഹ്യ പഠിപ്പിച്ചു ഈ കുട്ടികൾക്ക്. 8ാം ക്ലാസ് എടുത്ത് ഞാൻ യഹ്യ ക്ലാസ് എടുത്ത പോലോട് ചോദിച്ചു. ഒരു ആലിമുൽ അല്ലാമ, ഒരു ഭൂലോകം കണ്ട സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമ, എന്താണ് ഇവർ രണ്ടാളുടെയും കച്ചവട വസ്തു? വലിയ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമക്കാരൻ. എന്താണ് അയാളെ കച്ചവട വസ്തു? എന്താണ് അയാളെ കച്ചവട വസ്തു?
അയാളെ കച്ചവടവസ്തു തീട്ടാണ്. കാഷ്ടം. ഒന്നും കൂടി സാഹിത്യത്തിലേക്ക് മാറ്റിയാൽ കാഷ്ടം. തിരിച്ചിങ്ങോട്ടും പറയാം, തിരിച്ചും പറയാം. തീട്ടെന്നും പറയാം. കേരളം കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരൻ ഒ വി വിജയനാണ്. വിജയൻ്റെ ധർമ്മപുരാണം എന്ന പുസ്തകത്തിൻ്റെ തുടക്കം തന്നെ ധർമ്മപുരിയിൽ ശാന്തിഗ്രാമത്തിൽ പ്രജാപതിക്ക് തൂറാൻ മുട്ടി എന്നാണ് ആദ്യത്തെ വാക്ക്. അതാണ് മലയാളത്തിൽ നിന്ന് ആദ്യമായി പെങ്കിൻ പ്രസിദ്ധീകരിച്ച് ഇംഗ്ലീഷിലാക്കിയ പുസ്തകം. ഇന്റർനാഷണൽ ബുക്ക് സെല്ലേഴ്സായ പെങ്കിൻ ആദ്യമായി മലയാളത്തിൽ നിന്നൊരു പുസ്തകം ഇംഗ്ലീഷിലാക്കി ലോകമാകെ പ്രസിദ്ധീകരിച്ചത് ഈ പുസ്തകമാണ്, വിജയൻ്റെ ധർമ്മപുരാണം. അതിലാദ്യത്തെ സെൻറ്റൻസ് ധർമ്മപുരിയിൽ ശാന്തിഗ്രാമത്തിൽ പ്രജാപതിക്ക് തൂറാൻ മുട്ടി എന്നാണ് ആദ്യത്തെ വാക്ക്. ചിന്തിക്കും, തിരിച്ചു വരും. മനുഷ്യൻ ചിന്തിക്കണം. എന്താണ് സൂപ്പർ മാർക്കറ്റിലെ മുതലാളി എന്താ വെക്കണത്? കഷ്ടം. മൂല്യരോ മൂല്യര് ജനങ്ങൾക്ക് കൊടുക്കുന്നത് കാഷ്ടല്ല, പിന്നെന്താ? നൂറാനിയത്താ. പക്ഷെ ജനങ്ങൾക്ക് നൂറിൻ്റെ വില അറിയില്ല, മറ്റേ നൂറിൻ്റെ വില അറിയില്ല. മുമ്പൊരു സാധുവായ ഒരു താഴ്ന്ന ജാതിക്കാരൻ ആദ്യമായി ബസ് കയറി എടുക്കാട്ടുക എൻ്റെ ഒപ്പം സ്കൂൾ പഠിച്ച അസീസിനോട് പറഞ്ഞിട്ടുണ്ട്. താഴ്ന്ന ജാതിക്കാരനായ ഒരു സാധു ബസ് കയറി. ബസ് പോണിൻ്റെ ഇടയിൽ പറഞ്ഞു, നിർത്തി എൻ്റെ നൂറ്റിൻ്റെ കടലാസ് പോയി എന്നാണ്. അപ്പോൾ ബസ് നിർത്തി. അക്കാലത്ത് 100 രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. കാരണം 10 രൂപ കൊണ്ട് 1 ഏക്കർ ഭൂമി കിട്ടും. അക്കാലത്താണ് ഇയാളെ കയ്യിൽ നിന്ന് 100 കടലാസ്. അങ്ങനെ ബസ് അരിച്ച് പൊറുക്കി തിരഞ്ഞു, കിട്ടിയില്ല. ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഏതോ സീറ്റിൻ്റെ അടിയിൽ നിന്ന് മൂപ്പര് കണ്ടു കിട്ടി. പോയിക്കോളി സാധനം കിട്ടിയാണ്. അപ്പോൾ അതേത് 100 മനസ്സിലായ? വെറ്റിനുമ്പോ തേക്കണേ 100. അസീസ് എൻ്റെ ഇതുപോലത്തെ ഒരു കർക്കിടക മാസത്തിൽ ഈ മാഷന്മാരില്ലാത്ത പീരിയഡിലൊക്കെ അസീസ് നോണ പറയുമ്പോൾ തീർക്കും. അങ്ങനെ ഞാൻ കേട്ടതാണ് ഈ കഥ. എൻ്റെ 100 കടലാസ് പോയി. ആ മനസ്സിലായില്ലേ? ആ 100 അല്ല ഈ 100. മൂല്യര് കൊടുക്കണം 100 വേറെയാ. അതിൻ്റെ വില മോമിനിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവൂ. അതിന് വില കൽപ്പിക്കാൻ കഴിയില്ല. മനസ്സിലാണ്ട് പറഞ്ഞ വളരെ ചിന്തിക്കണം. എൻ്റെ വാപ്പ പറഞ്ഞൊരു തമാശക്കലുണ്ട്. ഒരാൾ വിളിച്ചിരുത്തിയിട്ട് പോണോലെ മുഴുവനും വിളിച്ചിരുത്തും, ചായ ചോദിക്കോളി എന്നാണ്. അങ്ങനെ ഒരു മൂല്യര് പോയപ്പോൾ ചായ ചോദിക്കോളി മൂല്യര് എന്നാണ് കയറ്റി. ചായ കൊടുത്ത് ഇയാൾ പിന്നെ ഞാൻ പോട്ടെയാണ്. അപ്പോൾ പറഞ്ഞപ്പോൾ അതിൻ്റെ പൈസ തരാമെന്നാണ്. അപ്പോൾ അയാൾ ദ്വയർന്നു. എന്നിട്ട് പറഞ്ഞു, ചായൻ്റെ പൈസ അങ്ങോട്ട് തരണമെങ്കിൽ ദ്വയൻ്റെ പൈസ. അപ്പം ദ്വയക്കെത്ര പൈസ, ചായക്കെത്ര ചോദിച്ചു. ചായക്ക് 2 രൂപയാണ്. ദ്വയൻ്റെ പൈസ എത്രയാന്ന് പറയാൻ പറ്റില്ല. 2 പൈസ കൊണ്ട് ചായ ഇട്ടു. അക്കാലത്ത് ദ്വയക്ക് എത്രയാണ് പൈസ എന്ന് പറയാൻ പറ്റൂല. കാരണം ദ്വയ എന്നുള്ളത് ആരോടുള്ളതാണ്, എന്ന് പറഞ്ഞതുപോലെ ഇത് വില മതിക്കാൻ കഴിയാത്തതാണ് 100. നല്ലപോലെ തല കൊടുത്ത് ചിന്തിക്കണം. മനുഷ്യൻ ചിന്തിക്കണം. എന്താ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഒരു പ്രയാസമുണ്ടായി എന്ന് വിചാരിച്ച് നീ അതിൽ ബേജാറാകരുത്. എന്തുകൊണ്ട്? പ്രയാസം നിന്റെ ഷെയ്നാണ്. എൻ്റെ അടിമകളിൽ നന്ദിയുള്ളവർ ഏറെ കുറവാണെന്ന് അള്ളാഹു പറഞ്ഞു. നീ എന്തിനാ നന്ദി പ്രതീക്ഷിക്കുന്നത്? അപ്പൊ പ്രയാസം എന്നുള്ളത് നിന്റെ ഷെയ്നാണ്. നീ പ്രയാസപ്പെടേണ്ടവന്. പ്രയാസമുള്ളവനോടൊരു മാന്യത നായ പോലും കാണിക്കൂല. അത്തൽ കിലാബ് ഇദാ റഅത് ദാ സർവത്തിൻ ഖലഅത് ലദൈഹി വഹറകത് അദ്നാബഹ. ഒരു മുതലാളിയെ കണ്ടാൽ നായ
വിനയം കാണിക്കുകയും പിന്നെ എന്തു ചെയ്യുകയും ചെയ്യും? വാരി അനക്കി കൊടുക്കുകയും ചെയ്യും. പിന്നെയോ ഇദാ റഅത് യൗമൻ ഫഖീറൻ ആബിറൻ, അതേ വഴിയിലൂടെ ഒരു ഫഖീർ നടന്നു പോകുന്നത് കണ്ടാൽ നബഹത് അലൈഹി, ഒരു മടിയുമില്ലാതെ ഈ നായ കുരക്കും. കാരണം പ്രയാസം ഏറ്റുവാങ്ങുക എന്നത് ഫഖീറിന്റെ ശൈലിന. ഫഖീർ അങ്ങനെയാ. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ വെച്ച ഒരു കാര്യമാണ്. ഫഖർ ഒരിക്കലും നിന്റെ ഒരു അകപ്പെടൽ അല്ല. ഫഖീറാവുമ്പോൾ നിനക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടോ? ഈ ലോകത്തിന്റെ ശരിക്ക് ലോകത്തിന്റെ പൊതു സ്വഭാവം ഫഖറ. അത് അട്ടിമറിയാൻ പാടില്ല. അത് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അട്ടിമറിഞ്ഞതാണ് ലോകം നശിക്കാൻ കാരണം. നിങ്ങൾ എന്നോട് ചോദിക്കുക, ആർക്കും ചോദിക്കാം, എന്തുകൊണ്ടാണ് നിരീശ്വരവാദം അധികരിച്ചത്? എന്താ കാരണം? ലോകം അട്ടിമറിഞ്ഞു, ലോകത്തിന്റെ സിസ്റ്റം അട്ടിമറിഞ്ഞു. എന്താണ് സിസ്റ്റം? ദാരിദ്ര്യം. ദാരിദ്ര്യം ഇല്ലാതാകാൻ പാടില്ല, എന്നും ദാരിദ്ര്യം ഉണ്ടാവണം. ദാരിദ്ര്യമാണ് മനുഷ്യൻ്റെ നന്മയുടെ പോക്കിനെ കൃത്യമായി സുഗമപ്പെടുത്തണമെങ്കിൽ ലോകത്ത് എന്ത് വേണം? ദാരിദ്ര്യം വേണം. എന്നാൽ പെട്രോളിയം പുറത്തു വന്നതോടുകൂടെ മനുഷ്യർക്ക് ദാരിദ്ര്യം ഇല്ലാതെ. ഇന്ന് ദരിദ്രൻ എന്നൊരാൾ പ്രത്യേകിച്ച് പറഞ്ഞാലില്ല. ഒരു 1.5 നൂറ്റാണ്ട് മുമ്പ് ലോകത്തുണ്ടായിരുന്ന ദരിദ്രൻ ഇന്നില്ല, കാഴ്ചയിലില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇന്ന് ഒരു ഏറെ സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ വീട്ടിലുള്ള സൗകര്യം രാജാതിരാജൻ എന്ന് വിലസി നടന്നിരുന്ന ഫിറഔന്റെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ കഴിക്കും പോലെയുള്ള ഒരു പാത്രത്തിൽ ഫിറഔൻ കഴിച്ചിട്ടില്ല. നമ്മൾ കിടക്കും പോലെയുള്ള ഒരു മുറിയിൽ ഫിറഔൻ കിടന്നിട്ടില്ല. നമ്മൾ കുടിക്കും പോലത്തെ ഒരു പാനീയം ഫിറഔൻ കുടിച്ചിട്ടില്ല. ഇതെല്ലാം വളരെ മാറി 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടുകൂടി. 1902 ഏഷ്യയിൽ പെട്രോളിയം പുറത്തു വന്നു. 1903 റൈറ്റ് ബ്രദേഴ്സ് വിമാനം പറപ്പിച്ചു. പിന്നെ വിമാനത്തിന്റെ യുഗമായി. വിമാനം ആദ്യമായി വായുവിൽ പറക്കുന്നത് 1903 ഏഷ്യയിൽ പെട്രോളിയം പുറത്തു വരുന്നത് 1902. പിന്നെ ഇതൊക്കെ ഉണ്ടായി, എല്ലാം ഉണ്ടായി. കസേരയിൽ ഇരിക്കൽ മനുഷ്യന്റെ സ്വപ്നമായതുകൊണ്ടാണ് ഒരു അധ്യക്ഷന് ചെയർമാൻ എന്ന് പേര് കൊടുത്തത്. കാരണം ഒരു കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രമേ ചെയർ ഉണ്ടാവൂ. അതാണ് ചെയർമാൻ. ഇന്നിപ്പോൾ ചെയർമാൻ ഇല്ല. എന്തുകൊണ്ട്? എല്ലാവരും ചെയർമാനാണ്. തല കൊടുത്ത് ചിന്തിക്കണം. ഇത്രയേറെ കസേരകൾ വ്യാപകമായത് 1927 ശേഷം. അപ്പോൾ ലോകത്തിന്റെ വളരെ അട്ടിമറിഞ്ഞു. ലോകത്തിന്റെ വളരെ എന്താണ്? ദാരിദ്ര്യം. ലോകാവസാനം അടുക്കുമ്പോൾ സമ്പത്ത് ഒഴുകും. സമ്പത്ത് ഒഴുകിയാൽ നിരീശ്വരവാദം അധികരിക്കും, തൻ പോരിമ അധികരിക്കും. ഈ ആഴ്ചയെങ്കിലും ഒരു 4 ഉമ്മമാര് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, മോനെ പെണ്ണ് കിട്ടുന്നില്ല, നിങ്ങൾ ദ്വാരക്കി. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞ് ഒരു പാവപ്പെട്ട ഉമ്മ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ മോനെ 28 വയസ്സായി, ഇതുവരെ പെണ്ണ് കിട്ടിയിട്ടില്ല ഉസ്താദേ, നിങ്ങളൊരു ഉപായം പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെ മകളെ കെട്ടിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്, ഒന്നും എൻ്റെ കയ്യിലില്ല, എന്തെങ്കിലും ഒരു വകുപ്പ് ആരെന്തെങ്കിലും 1-2 പവൻ സംഘടിപ്പിച്ചു തരുമെന്ന് ചോദിച്ചാൽ ഞാനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കും. പെണ്ണിന് പരിഹാരം എൻ്റെ കയ്യിൽ ഇല്ല. എവിടുന്നാ പെണ്ണ് കിട്ടുക എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് പെണ്ണ് കിട്ടാറിയാറ്? പെണ്ണുണ്ടോ ഇല്ലേ? സർക്കാരിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 1000 പുരുഷന്മാർക്ക് ഇന്ന് കേരളത്തിൽ 1083 പെണ്ണുണ്ട് എന്നാണ്. പക്ഷേ പെണ്ണ് നാട്ടിൽ കിട്ടാനില്ല. ഈ സൈനുദ്ദീനും ഞാനും കൂടെ ഇന്നലെ മലപ്പുറത്തേക്ക് പോയി. അതിരാവിലെ ഒരാവശ്യത്തിന് പോയി. നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ഒരാളുടെ ആവശ്യത്തിന് വേണ്ടി പോയി. അപ്പൊ ആവശ്യം കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങളവിടെ തിരിച്ചു പോകുമ്പോൾ ഒരു ഉമ്മ പാഞ്ഞു എന്നാണ് പറഞ്ഞു, എൻ്റെ മകന് 27 വയസ്സ്, അവർക്ക് 1 വയസ്സ് കുറവാ, 27. അത് പെണ്ണ് കിട്ടണം. ഞാൻ പറഞ്ഞു എന്തും ചെയ്തു തരാം, എന്ത് മാത്രം പറയരുത്, പെണ്ണ് പറയരുത്, അത് കിട്ടൂല. നാട്ടിൽ പെണ്ണില്ലേ? ഉണ്ട്. പക്ഷെ നാട്ടിൽ പണമുള്ളത് കൊണ്ട്
പെണ്ണുങ്ങൾക്ക് അമിതമായ വിദ്യാഭ്യാസമുണ്ട്. പെണ്ണുങ്ങൾക്ക് അമിതമായ വിദ്യാഭ്യാസം ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ട്? ലോകത്തിന് വളരെ തെറ്റും. ഒരു കാലത്ത് പാവപ്പെട്ട മൗല്യന്മാർ പറഞ്ഞപ്പോൾ നിങ്ങൾ കുതിര വിട്ടടാ ആ മാക്കത്തിൻ്റെ അതിലേര്. ഇത് കണ്ണിയത്തിനെ പോലത്തെ നല്ല നല്ല മനുഷ്യന്മാർ ഇപ്പോൾ പെണ്ണിന് അമിതമായ വിദ്യാഭ്യാസം കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ 50 കൊല്ലം മുമ്പ് നിങ്ങൾ കുതിര വിട്ടു. കുറേ നിരീശ്വരവാദികളും കുറേ വഹാബികളും. ഇപ്പം എന്തായടാ? കണ്ണിയത്ത് ജയിച്ചു, നിങ്ങൾ തോറ്റു. നിങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് വിഷമമായിരിക്കും ചില ആളുകളെ പേര് പറഞ്ഞാൽ. അന്തല്ലാത്ത വർത്താനങ്ങൾ പറഞ്ഞു ചിലർ. അവർക്ക് വലിയ ആളുകൾ തന്നെയായിരുന്നു, പക്ഷെ അന്തല്ല ഇങ്ങനെ പറഞ്ഞ്. ലോകത്തിൻ്റെ ഒരു വളരുണ്ട്, വളരെ തെറ്റിക്കാൻ പാടില്ല. പഠിക്കൂ പഠിക്കൂ വീണ്ടും പഠിക്കൂ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അത് പൊട്ടത്തരായിരുന്നു. അത് CH പറഞ്ഞ് CH ഒരു പൊട്ടനായിരുന്നു. ഒന്നും വിചാരിക്കരുത്, എനിക്ക് പറയാനുള്ള അവകാശങ്ങൾ വിട്ടുതരണം. നിങ്ങൾ അടുത്ത ആഴ്ച വരണ്ട. CH നല്ല മനുഷ്യനായിരുന്നേ, 100% നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ ഒരു വളവിനെതിരെ നീന്താൻ പാടില്ല. അതിൻ്റെ ക്ഷതം പിന്നീട് ചരിത്രത്തിൽ വരും. അപ്പോഴത്തേന് അവരൊന്നും ഉണ്ടാവില്ല. ഒരു വളവിനെതിരെ ചെയ്യരുത്, ഒരു സിസ്റ്റത്തിനെതിരെ ചെയ്യരുത്. എന്നൊക്കെ പറയുന്ന മനസ്സിലാവണം. എഴുത്തും വായനയും പഠിപ്പിക്കും. ആര്? നമ്മളെ നാട്ടിലെ ആഭിജാത്യമുള്ള ഹൈന്ദവ കുടുംബങ്ങൾ വരെ പെണ്ണുങ്ങൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കും. പിന്നെ രാമായണം ഓത്ത് പഠിപ്പിക്കും. പിന്നെ അകത്തളത്തിലെഴുത്തും. പുറത്തേക്ക് പഠിക്കല്ല ആരാണ്? ആണുങ്ങൾ. അതും കടൽ കടന്ന് പഠിക്കാൻ പോകൂല. കടൽ കടന്ന് പോയാൽ സമുദായം അസ്പൃശ്യത കൽപ്പിക്കും. പ്രശസ്ത സാഹിത്യകാരനായ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ഒരു അനുഭവ കഥയുണ്ട്. അദ്ദേഹം ലണ്ടനിലേക്കോ മറ്റോ ഒരാവശ്യത്തിന് പോയി തിരിച്ചു വന്നപ്പോൾ പിന്നീട് മുമ്പുണ്ടായിരുന്ന ആ പ്രാധാന്യം കുടുംബം കൊടുത്തില്ല. എന്തുകൊണ്ട്? കുടുംബത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് കടൽ കടന്ന് പുറത്തു പോകാൻ പാടില്ല, ഒതുക്കം വേണം. ഇത് വിഷ്ണുനാരായണൻ നമ്പൂതിരി തൻ്റെ പ്രഗത്ഭ സാഹിത്യകാരനായ വിഷ്ണുനാരായണൻ നമ്പൂതിരി തൻ്റെ അനുഭവ കഥയായി പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വാ. ഇതൊന്നും റാമത്തുള്ള വെറുതെ പറയല്ല, പഠിച്ചു പറയാ. നോക്കൂ, നിങ്ങൾ ലോകത്തിന് വളരേണ്ട ദാരിദ്ര്യം. അപ്പൊ നിനക്ക് ദാരിദ്ര്യം ഉണ്ടായതുകൊണ്ട് നീ വിഷമിക്കേണ്ട, പേടിക്കൊന്നും വേണ്ട. എന്തുകൊണ്ട്? ദരിദ്രം അതാണ്. ഇപ്പൊ ചെയർമാൻ അതിമാത്രം യോഗ്യനായിരിക്കും, അപ്പോൾ മറ്റുള്ളവർ ഇരിക്കും. എല്ലാവരും ചെയർമാൻ ആയാലോ അയാൾ പറഞ്ഞ ആരും കേൾക്കൂല. നമ്മളെ നാട്ടിൽ ജനറൽ ബോഡിയേ ഉണ്ടായിരുന്നില്ല, പള്ളിയിൽ നിന്ന് തല്ലുണ്ടായിരുന്നില്ല. അങ്ങാടിയിൽ നിന്ന് ചിലപ്പോൾ തല്ലൊക്കെ ഉണ്ടാവും, പള്ളിയിൽ നിന്ന് ഉണ്ടാവില്ല. കാരണം പള്ളി ഫീ ബുയൂത്തിൻ അതിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽഗുദുബി വൽ ആസ്വാലി റിജാലുൻ ലാ തുൽഹിഹിം തിജാറ. ഞാൻ CH വളരെ ബഹുമാനിക്കുന്ന ആളാണ്. ഞാൻ CH പറഞ്ഞല്ല കേട്ടോ. പക്ഷേ ഒരു വളവിനെതിരെ ചെയ്യുമ്പോൾ അതൊരു പരിഷ്കാര പ്രവർത്തനമാണെന്ന് വിചാരിക്കും. പക്ഷെ സിസ്റ്റം പൊളിക്കുമ്പോൾ അതിൻ്റെ ദോഷം മനസ്സിലാകണമെങ്കിൽ പിന്നെയും 50 കൊല്ലം കഴിഞ്ഞു. ഇപ്പോൾ മനസ്സിലായി. ഇപ്പോൾ പെൺകുട്ടികളെല്ലാം പഠിച്ചു. ഇപ്പം നാട്ടിൽ എന്തില്ല പെണ്ണിട്ടല്ല. അല്ലെങ്കിൽ അവരുടെ പുതിയാപ്പിളയെ അവർ കണ്ടുപിടിക്കും. ഒരാഴ്ചയിൽ 1-2 ആൾ കരയും. എൻ്റെ പെങ്ങൾ പോയി, എൻ്റെ മകള് പോയി. എന്നെ കരയാത്ത ഒരാഴ്ച എൻ്റെ ജീവിതത്തിൽ കടന്നോളില്ല. കരയും, പൊട്ടിക്കരയും. എൻ്റെ പെങ്ങള് പോയി, എൻ്റെ മോള് പോയി. ഈ ആഴ്ച 2 ആൾ കണ്ടിട്ടുണ്ട്. ഒരു ഫോൺ വന്നാൽ അപൂർവേ ഫോൺ എടുക്കുള്ളൂ, എന്നാലും അതായിരിക്കും. എൻ്റെ മകള് പോയി പറഞ്ഞേക്കുന്ന ഉസ്താദേ, എന്റെ എങ്ങനെ അവരെ പുതിയാപ്പിളയെ അവൾ തീരുമാനിക്കും. ഓൻ MDMന്റെ അടിമയാണ് ഉസ്താദെ, പറഞ്ഞിട്ടോൾ കേൾക്കുന്നില്ല. ഈ ചെക്കൻ സാധു ആണ്, സാധു. മനസ്സിലായില്ല? ആണ് ഇന്ന് പറയടാ, ആണ് സാധുവായി. എന്തുകൊണ്ട്? പണം അധികരിച്ചു, അധികാരം പെണ്ണിനായി, വിദ്യാഭ്യാസം അധികരിച്ചു. തോന്നിയതുപോലെ തോന്നിയാസം. എന്താ തോന്നിയാസം? എന്താ പറയണ? തോന്നിയാസം എന്നർത്ഥം പറയും. തോന്നിയാസം, തോന്നിയാസം
തോന്നിയാസി. തോന്നിയാസി ഒന്ന് പറയടാ. കുറെ തലക്കെട്ട് കെട്ടിയിരിക്കുന്നുണ്ട്. പറ തോന്നിയാസി. തോന്നിയാസി മഅനാഹു മൻ യസ്കുനു ഫീ മകാനിൻ യുരീദു അൻ യസ്കുന ഫീ. അവന് തോന്നിയെടുത്ത് അവൻ വസിക്കും, അവനാണ് തോന്നിയാസി. കള്ളുഷാപ്പ് ഉറങ്ങും, യുരീദു അൻ യസ്കുനഹു, ഇന്ന് കള്ളുഷാപ്പ് കിടക്കട്ടെ തീരുമാനിച്ചാൽ അവിടെ കിടക്കും. അങ്ങാടി പോയ ബസ് സ്റ്റാൻഡിൽ കിടക്കും, എന്റെ യുരീദു അൻ യസ്കുന ഫീ, ഇന്ന് അവിടെ കിടക്കട്ടെ തീരുമാനിക്കും. കോയമാട്ട് പോയി ചങ്ങായിമാരൊപ്പം പോയി കള്ളു കുടിച്ച് അവിടെ കിടക്കും, എന്റെ ഇന്ന് അവിടെ കിടക്കട്ടെ. ദേശന്റെ അടുത്ത് പോയാൽ ഇന്ന് അവിടെ കിടക്കട്ടെ. എന്താണ് തോന്നിയാസി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? പറ, എന്താ തോന്നിയാസി പറഞ്ഞാൽ? തോന്നിയിടത്ത്, അവന് തോന്നിയിടത്ത് വസിക്കുന്നവൻ തോന്നിയാസി. ഒരു പ്രമുഖമായ ഒരു കോളേജിൽ എൻ്റെ ഒരു മോള് പഠിക്കുന്നുണ്ട്. ഞാൻ തന്നെ ഹോസ്റ്റൽ കൊണ്ട് ഏൽപ്പിച്ച് അവിടുത്തെ ഹോസ്റ്റൽ, അവിടുത്തെ അതിന് പ്രത്യേക വാർഡൻ, അവർക്ക് വലിയ കർശന നിയമങ്ങളെല്ലാം ഉണ്ട്. ഈ കഴിഞ്ഞ ഒരു ദിവസം ഇവൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉപ്പച്ചേ എൻ്റെ ക്ലാസ് പഠിക്കുന്നവരൊക്കെ പുറത്ത് ഒരു റൂം എടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ സമ്മതം കിട്ടിയാൽ അവരെടുക്കും, എൻ്റെ സമ്മതം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇജ്ജ് അവിടുന്ന് പോരി, ഞാൻ അതേ കോഴ്സിന് ഇവിടെ കോഴിക്കോട് ചേർത്ത് തരാം. എന്നാ എൻ്റെ പുരയ്ക്ക് പോരാ, അല്ലെങ്കിൽ എൻ്റെ എത്താത്താൻ്റെ പുര എൻ്റെ തൊട്ടപ്പുറത്ത് അവിടേക്ക് പോകാം, അല്ലെങ്കിൽ എൻ്റെ പുര എൻ്റെ ഇപ്പുറത്ത് ഇവിടേക്ക് പോകാം. അത് നടക്കൂല. എന്തുകൊണ്ട്? അത് തോന്നിയാസിയാണ്. മനസ്സിലായില്ല? അവര് റൂമെടുത്ത് അവര് നിശ്ചയിച്ച റൂമിലേക്ക് മാറിയാൽ പിന്നെ എവിടെ പോകാനും വരാനും അവർക്ക് ആരില്ല. പറയേ, ഒരു നിയന്ത്രകനില്ല. അതാണ് അവർക്ക് ആവശ്യം. 5 കുട്ടികൾ 4 കുട്ടികളും ഓക്കെയാണ്, ഞാൻ മാത്രം മതി. ഞാൻ ഇപ്പാൻ്റെ കൂടി പോയി, അത് നടക്കൂല. കോഴ്സ് ഒഴിവാക്ക, കൊടുത്ത ലക്ഷ്യങ്ങളോ അത് ഒഴിവാക്ക, ഇത് നടക്കൂല. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ചിന്തിക്ക്. എന്തെങ്ങനെയൊക്കെ സൊസൈറ്റി അങ്ങനെയായി? എന്താ കാര്യം? പഠിക്കാൻ താല്പര്യം. എന്താ കാര്യം? പണം. അതിൽ മൂല്യം തങ്ങളൊക്കെ കണക്കാണെങ്കിൽ ആരും രക്ഷപ്പെടാൻ കഴിയില്ല. ഞങ്ങൾ കഴിയൂലടോ. എന്റെ കുടുംബത്തിലെല്ലാവരൊക്കെ റഹ്മത്തുള്ള കാസിമിയാണ് അല്ലല്ലോ. എന്നെ കുട്ടി കാണുന്നത് ദിവസത്തിൽ 10 മിനിറ്റ്, ബാക്കിയുള്ളവരെ 23 മണിക്കൂറും 50 മിനിറ്റും. അപ്പൊ അവരെ ഉപദേശമാണ്, ഓത്താണ് അവർക്ക് കിട്ടുക. 18 വയസ്സ് പൂർത്തിയായപ്പോൾ എൻ്റെ മകളെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇപ്പച്ചിനെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാണ്, എൻ്റെ മോളെ ഞാൻ കെട്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ പൊട്ടി കരഞ്ഞു. അപ്പൊ ഞാനും കരഞ്ഞു. എന്തുകൊണ്ട്? എൻ്റെ കുട്ടിക്ക് അതിനേക്കാൾ മൂത്ത മകളെ കെട്ടിച്ച കടം തീർന്നിട്ടില്ല. അപ്പോഴത്തിന് ഇവൾക്ക് 18 കഴിഞ്ഞപ്പോ അവളെ കെട്ടിക്കാൻ തീരുമാനിച്ചു എന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ ഇവൾ കരഞ്ഞപ്പോ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പച്ചിക്ക് ഇപ്പോൾ തന്നെ കടാണ്, എന്റെ പേരിലും കൂടി കടം ഏറ്റെടുക്കാൻ മാത്രം റിസ്ക് എടുക്കണ. എന്റെ ബാപ്പാക്ക് യാതൊരു മടിയില്ലല്ലോ, എന്തൊരു സ്നേഹനിധിയായ ബാപ്പയാണ് എന്ന് ആലോചിച്ചിട്ടായിരിക്കും ഇപ്പോൾ കരഞ്ഞത് എന്ന് ഞാൻ വിചാരിച്ചു. ഞാനും കരഞ്ഞു. എന്റെ കുട്ടിക്ക് എന്നോടുള്ള സ്നേഹം ആലോചിച്ച് പൊട്ടനായ ഞാനും കരഞ്ഞു. കുറച്ച് കഴിഞ്ഞ് റൂമിൽ ചെന്ന് കയറിയപ്പോൾ പെണ്ണുങ്ങളോട് ചോദിച്ചു, ഓൾ എന്തിനാ കരഞ്ഞെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ചോദിച്ചു. എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ പറഞ്ഞു, ഓൾക്ക് ഇപ്പം കെട്ടിക്കണ ഇഷ്ടമല്ല, ഒക്കെ പഠിക്കണം. എങ്ങനെയുണ്ട്? ഓക്കെ കെട്ടിക്കണ്ട, ഓക്കെ വേണ്ടത് പറ, പഠിക്കണം. എന്തെങ്ങനെയാക്കി മനസ്സിലായില്ലേ പറഞ്ഞത്? ഇഫാദത്തുൽ മാൽ, സമ്പത്തിൻ്റെ ഒഴുക്ക്. ദാരിദ്ര്യം സിസ്റ്റാണ്. ദാരിദ്ര്യത്തിൽ പേടിക്കാൻ വേണ്ട, മുതലുണ്ടാകുമ്പോൾ പഠിച്ചാൽ മതി എന്നൊക്കെ നിങ്ങളിൻ്റെ കൂടെ അല്ലേ മനസ്സിലുണ്ട് പറഞ്ഞ്. ഒരാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഒരു മൂലർക്കും കഴിയില്ല, തങ്ങൾക്കും കഴിയില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ, ഭാരതീയ ചരിത്രത്തിൽ അവസാനമായി സതി അനുഷ്ഠിച്ചത് രൂപ് കൺവാറാണ്. അവർ വേൾഡ് ഹിസ്റ്ററിയിൽ MA ബിരുദധാരണിയാണ്. 86 ആണ് എൻ്റെ ഓർമ്മ. 1986, 1986 or 87.
86 തന്നെയായിരിക്കും. മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക് പറഞ്ഞത് ചിന്തിക്കുക. ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ അവസാനമായി സതി അനുഷ്ഠിച്ചത് നോർത്ത് ഇന്ത്യക്കാരിയും വേൾഡ് ഹിസ്റ്ററിയിൽ MA ബിരുദധാരിണിയുമായ രൂപ് കൻവാർ എന്ന സ്ത്രീയാണ്. ഭർത്താവിന്റെ ചിതയിൽ ചാടി അവൾ മരിച്ചു. അപ്പോൾ ഒരു സംഘം സാഹിത്യകാരന്മാരും പത്രക്കാരും പ്രഗത്ഭനായ സാഹിത്യ തറവാട്ടിലെ തമ്പുരാനായ ആ പിതാവായി അറിയപ്പെട്ടിരുന്ന ജീവിച്ചിരിക്കുന്ന ഡിക്ഷണറി എന്ന് മലയാള ചരിത്രം എഴുതിയ വലിയ മഹാനായ NV കൃഷ്ണവാര്യരോട് പത്രക്കാർ വളഞ്ഞിട്ട് ചോദിച്ചു, വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ സൊസൈറ്റി മാറും എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, പിന്നെന്തേ ഈ പെണ്ണ് സതി അനുഷ്ഠിച്ചത്? അപ്പോൾ പറഞ്ഞു, സൊസൈറ്റി മുഴുവൻ മാറിയാലല്ലാതെ ഒരു വിദ്യാസമ്പന്നനോ ഒരു വിദ്യാസമ്പന്നക്കോ സ്വയമായി സൊസൈറ്റിയുടെ കൂടെ ഒഴുകുകയല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതന്നെ അവസ്ഥ. ഇപ്പം എന്താ വന്നത് മനസ്സിലായോ? പറഞ്ഞത് സിസ്റ്റം പൊളിഞ്ഞോയി. നിനക്ക് ദാരിദ്ര്യ സിസ്റ്റം അത് ആദം നബിക്ക് ഉണ്ടാവും. പൂത്തുലഞ്ഞു നിൽക്കുന്ന എമ്പാടും പൂത്തു നിൽക്കുന്ന മനോഹരമായ സ്വർഗീയമായ ആരാമങ്ങളെന്ന് പറയപ്പെടാവുന്ന പഴങ്ങളും എമ്പാടുമുള്ള നാട്ടിൽ വന്നിറങ്ങിയിട്ടും ആദം ഹാരിസൻ ആദം കൃഷി ചെയ്യാൻ നിർബന്ധിതനായി. എനിക്ക് എന്തായിട്ട് മനസ്സിലാവുന്നില്ല അതെന്താണ്. ആദ്യത്തെ കർഷകൻ ആദമാണ്. ആദ്യത്തെ കർഷകൻ ആദമാണ്. കിട്ടുന്നൊക്കെ തിന്നാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ ആദമിന് കൃഷി ചെയ്യേണ്ട ആവശ്യം, കൃഷി ചെയ്താലും വലിയ അടങ്ങാറല്ലേ, ഇടക്കിടക്ക് വെള്ളം നോക്കണം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. പണിയെടുത്ത് തിന്നു, ഇപ്പൊ കഷ്ടപ്പാടാണ്. ആർക്ക്? കഷ്ടപ്പാടാണ്. എല്ലാവർക്കും കഷ്ടപ്പാടാണ്. സയ്യിദ്നാ മൂസ أنؤمن لبشرين مثلنا وقومهما لنا عابدون. ആരെക്കുറിച്ച് പറഞ്ഞു? പറയ്, വലിയ മൂല്യന്മാര് പറയും. أنؤمن لبشرين مثلنا وقومهما لنا عابدون. ആരെക്കുറിച്ച് പറഞ്ഞു? ആരെക്കുറിച്ച് പറഞ്ഞു? ഫറോവ പറഞ്ഞു മൂസാ നബിയോടെ കുറിച്ചും ഹാറൂനെ കുറിച്ചും. നമ്മുടെ ദർബാറിലേക്ക് കയറി വന്ന ഈ രണ്ട് സാധാരണക്കാർ അവർ പടച്ചവന്റെ ദൂതന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കണമെന്നോ നാം വിശ്വസിക്കണമെന്നോ? ഇവനും ഇവന്റെ കുടുംബവുമെല്ലാം നമുക്ക് അടിമപ്പണിയെടുത്താണ് ജീവിതം പുലർത്തുന്നത്. ഓഹോ, അപ്പോൾ ജീവിക്കാൻ വേണ്ടി ഫറോവക്ക് അടിമപ്പണിയെടുക്കേണ്ട കുടുംബത്തിൽ നിന്നാണ് ആര് വന്നത്? സയ്യിദ്നാ മൂസ. ഈ മനുഷ്യന്റെ, ഈ അടിമ കുടുംബത്തിൽ നിന്ന മനുഷ്യന്റെ പേരാണ് ഖുർആൻ 136 തവണ പറഞ്ഞു. ചിന്തിക്കടോ, ചിന്തിക്കട. നീ ദരിദ്രനാണെങ്കിൽ നീ സിസ്റ്റത്തിലാണ്. ഇതിനെ പഠിക്കുന്നത്. أنؤمن لبشرين مثلنا وقومهما لنا عابدون. أأنا خير أم هذا الذي هو مهين ولا يكاد يبين فلولا ألقي عليه أسورة من ذهب أو جاء معه الملائكة مقترنين. ആര് പറഞ്ഞു? ഫറോവ. أنا خير أم هذا الذي هو مهين. ഞാനോ യോഗ്യൻ, ഈ നിന്യനോ? 10 പൈസ കയ്യിലില്ലാത്തവൻ. ഒരു സദസ്സിൽ പോയി സംസാരിക്കാൻ പോലും യോഗ്യതയില്ലാത്തവൻ. എന്റെ ദർബാറിൽ വന്ന് സംസാരിക്കാൻ ഒരു 4 സ്വർണ്ണ വളയെങ്കിലും അവന് സംഘടിപ്പിച്ചുകൂടായിരുന്നു.
അവന് അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഏഞ്ചൽസിനെ മലക്കുകളെ കൊണ്ട് നടക്കരുതായിരുന്നു. ഇനി മലക്കുകൾ കൂടെ അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ 4 സ്വർണ്ണവളയെങ്കിലും വേണ്ടേ ദർബാർ വന്ന് സംസാരിക്കണമെങ്കിൽ. أنا خير أم هذا الذي هو مهين. ഈ അടിമപ്പണിയെടുത്ത് കുടുംബം പോറ്റുന്നവൻ, ഈ മനുഷ്യന്റെ പേരാണ് ഖുർആൻ 136 136 തവണയാണ് ഈ മനുഷ്യന്റെ പേര് ഖുർആൻ പറഞ്ഞത്. അപ്പൊ സിസ്റ്റം ദാരിദ്ര്യമാണ്. നിങ്ങളിൻ്റെ കൂടെ അല്ലേ പറ. അപ്പൊ നിനക്ക് ദാരിദ്ര്യം ഉണ്ടെങ്കിൽ നീ വിഷമിക്കണ്ട. നീ എന്തിൽ മനസ്സിലാക്കിയാൽ മതി. നീ ഇപ്പോൾ എന്തിലാണ്? പറ, എന്തിലാണ്? സിസ്റ്റത്തിലാണ്. അതൊരു അകപ്പെടൽ അല്ല. അകപ്പെടൽ എന്ത് എന്നാണ് നമ്മളെ പഠനം. അകപ്പെടൽ, ദാരിദ്ര്യം അകപ്പെടൽ അല്ല. രോഗം അകപ്പെടൽ അല്ല. അകപ്പെടൽ ഞാൻ അകപ്പെട്ടുപോയി എന്ന് പറയരുത്.